നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഒരുപാട് സന്തോഷം ഉള്ള ഒരു വർഷമാണ് 2025 വിഷു ആശംസകൾ പറയുന്നതിനോടൊപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഭദ്രകാളി ഇഷ്ടസൂക്തം എന്ന് പറയുന്ന ഒരു സൂക്തം ഇട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്, ഏകദേശം 8 വർഷം മുമ്പ്. അതിനുശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് വ്യാഴഫലം ഒക്കെ പറഞ്ഞത് ഞാനാണെന്ന് തോന്നുന്നു. കാരണം അതിനുശേഷമാണ് പിന്നീട് പലരും നക്ഷത്രഫലങ്ങൾ പല രീതിയിൽ എടുത്ത് തുടങ്ങിയത്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഏകദേശം 100 മണിക്കൂറോളമുള്ളൊരു കമൻട്രി അതിനകത്തുണ്ട്. ഒരു പുനർവായന പോലെ അതിൻ്റെ അർത്ഥം പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ മലയാളത്തിൽ ആരും ചെയ്യാൻ ശ്രമിക്കാത്തതും എന്നാൽ ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടണം എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിതിൽ ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വന്ന മാസ്റ്റർ ക്ലാസ് ഏകദേശം 5 വർഷമായി ചെയ്തിട്ട്. ഏകദേശം 2000-ന് ശേഷം 2023 വരെയുള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ പലപ്പോഴും കുറച്ച് ഡിലേ ആയിട്ടാണ് വീഡിയോ വന്നതെങ്കിലും അതിന് മുമ്പും അതിന് ശേഷവും ഞാൻ 2024 ഇപ്പോൾ 2025 ഞാൻ വളരെ കൃത്യമായിട്ട് തന്ന മാസ്റ്റർ ക്ലാസ്സിൻ്റെ വീഡിയോസും ഇട്ടിരുന്നു. ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോ കാണണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും കാരണം അത്രയും ഉറപ്പോടുകൂടി ഞാൻ ആ കണ്ടൻറ്റിൽ ശ്രദ്ധിച്ചിരുന്നു. ഇതിൻ്റെ ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് ഓരോ വീഡിയോയിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തണമെന്ന് വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് മിക്ക വീഡിയോകളും ചെയ്തിരുന്നത്. അത് കേട്ടാലും കണ്ടാലും മനസ്സിലാവും. കാരണം പലതും എനിക്കും ഇനിയും ചെയ്യാൻ കഴിയത്തില്ല. കാരണം പലപ്പോഴും എൻ്റെയും റെഫറൻസും കൂടിയാണ് ഈ വീഡിയോസൊക്കെ. അത്രയും എല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന് പറഞ്ഞ് ചെയ്തതിന് ഞാൻ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് കാണണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അത് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് തന്നൊരു വിഷു കൈനീട്ടമാണ് നമ്മുടെ ഈ ശ്രീഭൈരവിയുടെ ഈ ഒരു പ്ലേ ബട്ടൺ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയും സന്തോഷവും പറയുന്നു. എല്ലാവരോടും അതൊരു ഗുരുത്വമായിട്ട് കാണുന്നു, എല്ലാവരുടെ ഒരു അനുഗ്രഹം ആയിട്ട് കാണുന്നു. നിങ്ങളുടെ ഓരോ ക്ലിക്കും ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്കുള്ളൊരു അനുഗ്രഹമായിട്ട് കാണുന്നു, അതൊരു പ്രാർത്ഥനയായിട്ട് കാണുന്നു. ഇനിയും ഇതുപോലെ തന്നെ ഈ വർഷത്തെ വിഷുവിന് നിങ്ങൾക്കായിട്ട് ഞാനൊരു കാര്യം കൂടെ ചെയ്യണം. ഒരു ചാനലും കൂടെ ജിനേഷ് ജി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനകത്ത് മെയിൻലി അസ്ട്രോളജി അല്ല അസ്ട്രോളജി ടോപ്പിക്സ് നമ്മൾ ശ്രീഭൈരവിയുടെ ഈ ചാനലിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അതിനകത്ത് മെയിൻലി വരാൻ പോകുന്നത് തന്ത്ര റിലേറ്റഡ് ആയിട്ടും ഉപാസനാദി വിഷയങ്ങളെക്കുറിച്ചും ഉപാസന ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ടീവ് ആവുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉപാസന എന്ന പേരിൽ നടക്കുന്ന കൊള്ളകളും ചൂഷണങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആ ചാനൽ ഉള്ളത്. അപ്പം ആ ഒരു ചാനലിലെ ലോഞ്ചിങ്ങും ആണ് ഇതൊരു വിഷുക്കൈനീട്ടം പോലെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. ഈ ചാനൽ ഞാൻ ഇതുവരെ പറയുന്ന പോലെയല്ല, ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടേണ്ടതാണ്. കാരണം മന്ത്രം, യന്ത്രം, സാധന, മെഡിറ്റേഷൻ, കുണ്ടലിനി, ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ചൂഷണം നടക്കുന്നുണ്ട്. മരുന്നുകളുടെയൊക്കെ പേരിൽ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ മേഖലയിലും ഈ സ്പിരിച്വൽ മേഖലകളിലും ധാരാളം ശരി ഏതാ തെറ്റേതാന്നറിയാത്ത, പലയിടത്തും പോയി എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഒരുപാട് അവസ്ഥയിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. അപ്പം എല്ലാവരെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനോ എല്ലാവർക്കും ഒന്നും ചെയ്തു കൊടുക്കാനോ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അണ്ണാൻകുഞ്ഞിന് തന്നാലായതുപോലെ ചില കാര്യങ്ങൾ നമുക്കറിയാവുന്ന രീതിയിൽ, നമ്മൾ വന്ന രീതിയിൽ, നമ്മൾ കണ്ട രീതിയിൽ, നമ്മൾ അനുഭവിച്ച രീതിയിൽ, നമ്മുടെ എക്സ്പീരിയൻസും ഋഷിമാർ പറഞ്ഞ കാര്യങ്ങളും തപസ്സിൻ്റെയും സ്വാധ്യായത്തിൻ്റെയും ആകത്തുകയായിട്ട് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ ജനസമക്ഷം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ. അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കൂടെ നിൽക്കണം. എല്ലാവരും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ് വെറുതെ അങ്ങനെ നിൽക്കുകയല്ല, ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യണം, സാധനയും ചെയ്ത് പ്രാർത്ഥനയോടുകൂടി കൂടെ നിന്നാൽ നമ്മളൊരു കൂട്ടമായിട്ട് ഇത് ശ്രമിച്ചാൽ
മുന്നോട്ട് ഒരുപാട് പേർക്ക്, വരുന്ന തലമുറകൾക്കും മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഒരു ഋഷി യജ്ഞമാണ്. ഒരുപാട് പേർക്ക് നമുക്കത് ഉപകാരമാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാം. വേണ്ടവർക്കത് സ്വീകരിക്കാം, വേണ്ടാത്തവർക്കത് കളയുകയും ചെയ്യാം. അതൊരോരുത്തരുടെ ഇഷ്ടമാണ്. വ്യാമർശിതശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്ന ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തിട്ട് പോലും പറഞ്ഞത്. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് വേണ്ടതെടുക്കുക, വേണ്ടത് അല്ലാത്തത് കളഞ്ഞേക്കുക. അപ്പം അതുപോലെ തന്നെ ഈ ചാനലിൽ കൂടെ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രവും ഉപാസനയും തന്ത്ര വിഷയത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലുമാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ശ്രീ ഭൈരവി ഫൗണ്ടേഷൻ്റെ ചാനലിലൂടെ തന്നെ ധാരാളം വീഡിയോസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിൻ്റെ കട്ട് വീഡിയോസും അതുപോലെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ധാരാളമായിട്ട് ഇനി അതിലും വരുന്നതായിരിക്കും. അപ്പം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, അതിൽ ആ വീഡിയോയും കാണുക. അപ്പോൾ ഇത് ഒരു വിഷുക്കൈ നീട്ടമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം വിഷു ആശംസകൾ. സമ്പൽ സമൃദ്ധിയുടെ സർവ ഐശ്വര്യത്തിൻ്റെ വിഷു ഭഗവാൻ നാരായണിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വിഷയമായിട്ട് നമുക്ക് കാണാം. നമസ്കാരം.